ആമിനയും ഫൈസിയും അങ്ങനെ കണ്ടുമുട്ടി. ആമിന രാവിലെ തന്നെ വന്നതുകൊണ്ട് തന്നെ ഫൈസി കണ്ടുമുട്ടി. ആ കോളേജിൽ അവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫൈസി ഉടനെ ആമിനയുടെ അടുത്ത് വന്നിട്ട്, ആമിന നീ എത്തിയോ? നീ രാവിലെ തന്നെ വന്നല്ലോ. ആമിന പറഞ്ഞു, ഡ്യൂട്ടിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോന്നതാണ് എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ആമിന മുഖം നേരെ വെച്ചതും ഫൈസിയുടെ കണ്ണുകളുമായിട്ട് കൂട്ടിയിടച്ചു. ഒരു 5 മിനിറ്റ് അവർ സ്വയം മറന്ന് കണ്ണുകളിലൂടെ സ്നേഹം പങ്കുവച്ചു. പെട്ടെന്ന് ഫൈസിക്ക് ബോധം വന്നു. ഒരു നെടുവീർപ്പിട്ടു ഫൈസി ആമിനയോട് പറഞ്ഞു, ആമിന നീ ഇനി ഡ്യൂട്ടിക്ക് വരണ്ട, ഞാനിവിടെ വേറെ ആളെ വെച്ചിട്ടുണ്ട്. നീ ഇനി പഠിക്കാൻ മാത്രം വന്നാൽ മതി, ഇതുപോലെയുള്ള ജോലിയൊന്നും ചെയ്യണ്ട. അപ്പോൾ ആമിന ഞെട്ടിക്കൊണ്ട് ചോദിച്ചു, ഡോക്ടർ എന്താ വിളിച്ചത്? ആമി. ആമി? എവിടുന്ന് കിട്ടി എൻ്റെ ഈ പേര്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ആമിന ആയതുകൊണ്ട് ആമിന്ന് വിളിച്ചതാണ്. മോൾക്ക് ഇഷ്ടമായില്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. അത് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ആമിന എന്നാണ് വിളിക്കാറ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഫൈസി പറഞ്ഞു, അതെയോ? എന്നാൽ നീ എന്നെ ഇനി ഡോക്ടർ, സാർ എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. ഞാനിനി നിൻ്റെ ഒരു ഫ്രണ്ടാണ്, അപ്പോൾ എന്നെ ഫൈസി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ ഫൈസി. ഫൈസി സാറ് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവാൻ നിൽക്കുമ്പോഴാണ് ആമിന വീണ്ടും സാർ എന്ന് വിളിച്ചു. അപ്പോൾ സാർ തിരിഞ്ഞു നോക്കി. അപ്പോൾ ആമിന എന്താണ് പറയാൻ നോക്കുന്നത് എന്ന് സാറിനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിനിടയിൽ ആമിന പറഞ്ഞു, സാർ ഞാൻ ഇനി ഡ്യൂട്ടിക്ക് വന്നില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ആവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് വരും, എന്നെ ഒഴിവാക്കരുത്, എനിക്ക് ഞാൻ ജോലിയെടുത്ത പൈസ കൊണ്ട് പഠിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ആമിനയോട് ഫൈസി പറഞ്ഞു, നീ ഇനി ജോലിക്ക് പോവണ്ട, നിൻ്റെ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തരും. ആമിന ഒന്ന് നെടുവീർപ്പിട്ടു. എന്താണ് നോക്കുന്നത് എന്ന് ഫൈസി ചോദിച്ചു. ആമിന പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള നല്ലൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയ്ക്കും വലിയ ഉദ്യോഗസ്ഥൻ ആയിട്ടും നിങ്ങൾ എന്നോട് ഇത്ര സഹതാപവും സ്നേഹവും കാണിക്കുന്നുവല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈസി പറഞ്ഞു, പണവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹം വേണം. സ്നേഹം ഞാൻ ഇന്നാണ് അറിയുന്നത്. ജീവിതം എന്താണെന്ന് ഞാൻ നിന്നെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. ആമിനയ്ക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയെ. അങ്ങനെ ഇരുവരും കണ്ണുകൾ തമ്മിൽ ഒന്ന് ഉടക്കി. ആമിനയ്ക്ക് സന്തോഷം കൊണ്ട് ആമിന ഫൈസിയുടെ നെഞ്ചിലേക്ക് വീണു. അവൾ സന്തോഷവും സങ്കടവും ഒരുപോലെ വന്നിട്ട് ഫൈസിയുടെ നെഞ്ചിൽ വീണ് കരയുകയും ചെയ്തു. ഫൈസി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തോട്ടേക്ക് പോകുമ്പോൾ ഫൈസിയുടെ പെങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടു. അതിനിടയിൽ ഫൈസിയുടെ പെങ്ങൾ അങ്ങോട്ട് വന്നിട്ട്, ഞാൻ എന്താണ് ഈ കാണുന്നത് ഫൈസി? നിങ്ങൾ എന്താണ് കളിക്കുന്നത്? ഞാൻ എന്താണ് കാണുന്നത്? എൻ്റെ കണ്ണുകൾ കാണുന്നത് ഞാൻ വിശ്വസിക്കാനാവുമോ? എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ അവൾ തിരക്കി. അവൾ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് അലറി. എന്താണ് ഫൈസി നീ കാണിക്കുന്നത്? ഇവളിവിടുത്തെ സർവൻ്റ് ആണ്, സ്റ്റുഡൻ്റാണ്, എല്ലാം നീ മറന്നുപോയോ? ഞാനിത് പപ്പയോടും അമ്മയോടും പറയും, നീ എന്താണ് കാണിക്കുന്നത്? അത് ബുഷ്ര, ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്കിനി ഇവളെ ഒഴിവാക്കാനാവില്ല. ഇവളെ ഞാൻ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചു പോയി. ബുഷ്ര ആകെ വെളുത്തു വിളറി. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഫൈസി, താൻ എന്താണ് പറയുന്നത്? ഞാൻ വീട്ടിൽ പപ്പയോടും അമ്മയോടും പറഞ്ഞിട്ട് കാണിച്ചു തരാം നിനക്ക്. നീ വീട്ടിൽ വാ, അവിടെ വെച്ച് സംസാരിക്കാൻ നമുക്ക് എന്നും പറഞ്ഞ് ബുഷ്ര അവിടെ നിന്ന് അവരുടെ അടുത്ത് നിന്ന് പിരിഞ്ഞുപോയി. അത് കേട്ടതും ആമിനയ്ക്ക് ആകെ ടെൻഷനായി. ആമിന ആകെ ടെൻഷനടിച്ചു താഴോട്ട് നോക്കി നിന്നു. മനസ്സാകെ വിഷമിച്ചിരിക്കുന്നു. അവൾ കണ്ണീരിൽ മുഴുങ്ങി. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? അല്ലാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അറിയാതെ പറ്റിപ്പോയതാണ്, പുറത്തു തരണേ അല്ലാ എന്ന് അവൾ മനസ്സുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അവൾ കണ്ണീരിൽ മുങ്ങി നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഫൈസിക്ക് സഹിച്ചില്ല. അപ്പോൾ തന്നെ ഫൈസി പറഞ്ഞു, ആമിന നീ എന്തിനാണ് കരയുന്നത്? ആമി, എനിക്ക് സഹിക്കില്ല നീ കരഞ്ഞാൽ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് തെറ്റ് ചെയ്തത്, നീ കരയരുത്, നീ ഇനി എൻ്റെ പെണ്ണാണ്. ആമി നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഫൈസി ആമിയെ ചേർത്ത് പിടിച്ചു. ഫൈസി പറഞ്ഞു, അത് എൻ്റെ പെങ്ങളാണ് ബുഷ്ര, ഡോക്ടറാണ് ഇവിടുത്തത്, അവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. അവളോട് ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, പപ്പയോടും അമ്മയോടും ഞാൻ പറഞ്ഞോളും, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് ഫൈസി പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചു. അവൾ വീട്ടിലെന്നും നടന്നുകൊണ്ടാണ് പോവാറ്. ഒരുപാട് ദൂരമുള്ള വീടാണ്. അപ്പോൾ ഫൈസി പറഞ്ഞു, ഇനി നീ നടന്നു പോവേണ്ട, ഞാൻ കാറിൽ പോകുമ്പോൾ അതുവഴി നിന്നെ ഇറക്കിത്തരും എന്ന് പറഞ്ഞു. ആമിന ഇത് കേട്ടതും, വേണ്ട ഫൈസി, ഞാൻ കാരണം നിങ്ങൾ
വേണ്ട, ഞാൻ തനിച്ച് പോവും. ഞാൻ കാരണം നിങ്ങൾക്ക് മറ്റൊരു പേര് വരും. ചീത്തപ്പേര് കേൾക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ തനിച്ച് പോവും. ഞാൻ ഇതുവരെ വന്നതുപോലെ തന്നെ നടന്നുകൊണ്ട് പോവും. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ? വേണ്ട പെണ്ണെ, ഞാൻ ഇറക്കിത്തരൂന്ന് പറഞ്ഞില്ലേ? നിന്റെ വീട്ടിൽ പപ്പയോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളും. നിനക്ക് എന്തൊരു പേടിയാണ്? അങ്ങനെ ഫൈസി പറഞ്ഞപ്പോൾ ആമിനയ്ക്ക് മറുത്തൊന്നും പറയാനില്ലായിരുന്നു. കാരണം ഫൈസിയെ കണ്ടുമുട്ടിയതു മുതൽ എൻ്റെ വീട്ടിലുള്ള ഒരുപാട് ദാരിദ്ര്യങ്ങളൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആമിന ഒന്നും മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ കണ്ടുമുട്ടാം എന്നും പറഞ്ഞ് ഫൈസി അവിടെ നിന്ന് പോയി. ആമിന ക്ലാസ് മുറിയിലിരുന്നു. കൂട്ടുകാരൊക്കെ ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ക്ലാസ്സിലുള്ള ഓരോരുത്തർക്കും ചെറിയൊരു പിറുപിറുക്കൽ. ഫൈസൽ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് ആമിനയെ തമാശ ആക്കിക്കൊണ്ടിരുന്നു. ഇത് കേൾക്കുമ്പോഴൊക്കെ ആമിനയ്ക്ക് ഒന്ന് വല്ലാതായി. അപ്പോൾ ആമിന വിചാരിച്ചു, ഇല്ല, ഞാനിനി ഫൈസിയോടും മിണ്ടില്ല, ഫൈസിയുടെ കൂടെ പോവില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. കൂട്ടുകാരികൾ തമാശയാക്കുമ്പോൾ ആമിന മനസ്സിൽ വിതുമ്പി. കൂട്ടുകാരികൾക്ക് അസൂയ മൂത്ത് കൂട്ടുകാരികൾ അവളോട് ചോദിച്ചു, ഞങ്ങൾക്കില്ലാത്തത് എന്താണ് നിനക്കുള്ളത്? നിനക്കെന്താണ് പ്രത്യേകത? സാറിന് നിന്നോട് മാത്രമാണല്ലോ ഒരു സ്നേഹവും സഹതാപവും ഒക്കെ. ഇത് കേട്ടതും അവൾ ആകെ ഞെട്ടി. അവളുടെ മനസ്സിലും ഈ ഒരു ചോദ്യം നേളിച്ചിരുന്നു. അങ്ങനെ അന്ന് ക്ലാസ് കഴിഞ്ഞ് ആമിന വീട്ടിലോട്ട് പോകുമ്പോൾ കോളേജിന് പുറത്തിറങ്ങിയതും ഫൈസി സാർ അവിടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. ഫൈസി പറഞ്ഞു, ആമി, ഞാൻ നിന്നെ ഇറക്കിവിടാം. ആമിക്ക് അങ്ങനെ ഫ്രണ്ടിലുള്ള ഡോറ് തുറന്നു കൊടുത്തു. അങ്ങനെ കാറിൽ കയറ്റി. അങ്ങനെ ആമിയും അവനും ഒരുപാട് സംസാരിച്ചു കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. ആമിനയും ഫൈസിയും വീട്ടിൽ പോകുമ്പോൾ കാറിൽ കയറുന്നതും എല്ലാം കണ്ട് കൂട്ടുകാരികൾ ആകെ അമ്പരന്നു. ഇത് കോളേജ് മൊത്തം പരക്കുമോ? ആമിനയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സന്ദർഭം എന്തായിരിക്കും? നാട്ടുകാർ കാണുമോ? ചീത്ത പറയുമോ? എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ എന്നവൾക്ക് ഓർക്കാൻ വയ്യ. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ഇവരുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം.